സ്വർണ്ണവില വീണ്ടും കുതിച്ചു തുടങ്ങിയതോടെ കടുത്ത നിരാശയിലാണ് ആഭരണ പ്രേമികൾ. വരും ആഴ്ചകളിലും ആഭരണ പ്രേമികൾക്ക് നിരാശ നൽകിക്കൊണ്ട് സ്വർണം കുതിക്കുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഓണത്തിന് സ്വർണ്ണവില വൻ കുതിപ്പ് നടത്തുമെന്ന പ്രവചനവുമുണ്ട്. സ്വർണ്ണവില വീണ്ടും കുതിച്ചു തുടങ്ങിയതോടെ കടുത്ത നിരാശയിലായിരിക്കുകയാണ് ആഭരണ പ്രേമികൾ. മുൻ ആഴ്ചകളിലൊക്കെ സംഭവിച്ചതുപോലെ സ്വർണം വീണ്ടും താഴേക്ക് പോകുമെന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. എന്നാൽ വരും ആഴ്ചകളിലും ആഭരണ പ്രേമികൾക്ക് നിരാശ നൽകിക്കൊണ്ട് സ്വർണം കുതിക്കുമെന്ന് പറയുകയാണ് സാമ്പത്തിക വിദഗ്ധർ. സ്വർണ്ണവില എന്താകുമെന്ന് കൃത്യമായി പ്രവചിക്കാമെങ്കിലും യുദ്ധാന്തരീക്ഷം പൂർണ്ണമായി മാറണം. എന്നാൽ ഒരു കാരണവശാലും പൂർണ്ണമായി മാറുമെന്ന പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് ഇറാന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകുന്നതെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് പാകിസ്ഥാനും സൗദി അറേബ്യയും ഇറാഖുമൊക്കെയും കൂടി ചേർന്ന് ഒരു സഖ്യവും രൂപപ്പെട്ടിരിക്കുന്നു. അത് അപകട ഭീഷണിയാണ് നൽകുന്നതും. യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയിലേക്കല്ല ഇത് വിരൽ ചൂണ്ടുന്നത്. അതോടൊപ്പം തന്നെ ട്രംപും ഇറാനും നേർക്കുനേർ നിൽക്കുന്നു. സമാധാന ചർച്ചകൾക്ക് വീണ്ടും ശ്രമിക്കുമ്പോഴും ഇസ്രയേൽ ഹമാസിനെതിരെയുള്ള ആക്രമണം ഒരു കാരണവശാലും നിർത്തില്ലെന്നും ഹമാസ് ആക്രമിക്കില്ല എന്ന് ഉറപ്പു നൽകിയാൽ മാത്രമേ തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്നും ഇസ്രയേലും വ്യക്തമാക്കുകയാണ്. അതായത് ഒരു കാരണവശാലും പൂർണ്ണ സമാധാനം സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ വലിയൊരു കുറവുണ്ടാകാനുള്ള സാധ്യതയുമില്ല. ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ സമ്പാദ്യ മാർഗമാണ് സ്വർണം. വില ഇത്തിരി താഴേക്ക് പോയേക്കാം, പക്ഷെ ഒരിക്കലും അപകടകരമായ രീതിയിൽ താഴേക്ക് പോകില്ലെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. ആ സുനിശ്ചിതത്വം സ്വർണത്തിന്റെ മൂല്യത്തിൽ ഇന്നും ഉണ്ടായിരുന്നു. അതിങ്ങനെ മുകളിലേക്ക് തട്ടുതട്ടായി പോകുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമി വാങ്ങിയാൽ വിറ്റ് പണമാക്കാൻ ബുദ്ധിമുട്ടാണ്. ഷെയറിന്റെ കാര്യത്തിലും ലാഭനഷ്ടങ്ങൾ ഒരു പ്രധാന വിഷയമാണ്. എന്നാൽ സ്വർണത്തിന്റെ കാര്യം അങ്ങനെയല്ല. ഏത് സാഹചര്യത്തിലും എവിടെ കൊണ്ടും പണയപ്പെടുത്തി നമുക്കത് പണമാക്കി മാറ്റാൻ കഴിയും. അതായത് സ്വർണം എപ്പോഴും മൂല്യം കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് അതിന്റെ പ്രത്യേകത. എന്തായാലും ഓണത്തിന് മുമ്പ് സ്വർണം വാങ്ങാനിരിക്കുന്നവരാണെങ്കിൽ നേരത്തെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ചിങ്ങം തുടങ്ങിയാൽ സ്വർണ്ണവില കുതിച്ചുയരും. 1.5 ലക്ഷം വരെ സ്വർണ്ണവില എത്താമെന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. സ്വർണം വാങ്ങാനിരിക്കുന്നവരാണെങ്കിൽ നേരത്തെ കൂട്ടി വാങ്ങണം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.